അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് തന്നെ നമുക്ക് അടുത്ത ഒരു 40 ഇയേഴ്സും കൂടെ ഈ നമ്മൾ പണിത വീടുകളിൽ തന്നെ നമുക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ആ വീട് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വീടിനെ ജെറിയാട്രിക് ഫ്രണ്ട്ലി ആക്കി മാറ്റുക? ഇപ്പോൾ ഒരുപാട് കേട്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ജെറിയാട്രിക് ഹോം അല്ലെങ്കിൽ ജെറിയാട്രിക് കെയർ. എന്താണ് ഈ ജെറിയാട്രിക് ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ നോർമൽ റെസിഡൻസസിൽ നിന്നും ഒരു ജെറിയാട്രിക് കെയർ എന്നുള്ള ലെവലിലേക്ക് എങ്ങനെ ഒരു ഹോമിനെ കൺവേർട്ട് ചെയ്യുക? നമ്മൾ ഹൈ എനർജി ഉള്ള ലെവലിലുള്ള ആളുകൾ ഡീൽ ചെയ്യുന്ന പോലെയല്ല. ഒരു 60+ ആകുമ്പോൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ഒരു വീടിനെ കൺവേർട്ട് ചെയ്യണം, ആ തരത്തിലുള്ള എങ്ങനെ ഒരു വീടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ജനറലി ഈ എക്സ്റ്റെൻഡഡ് ലൈഫ് ഇപ്പോൾ ഹാപ്പി ഹെൽത്തി ഓൾഡ് ഏജ് എന്നുള്ള കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് വീഴ്ചകൾ തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാത്റൂമിൽ സ്ലിപ്പാവാം, സ്റ്റെപ്സ് കയറുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഡിഫിക്കൽറ്റി. അപ്പോൾ അത് മിക്ക വീടുകളിലും അത്തരത്തിലുള്ള ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് പല ആളുകളും വീടുകൾ അത്ര കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്കായി പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വീടിനെ ജെറിയാട്രിക് ഫ്രണ്ട്ലി ആക്കി മാറ്റുക? അപ്പോൾ ഒരു വീഴ്ച തടയാനായിട്ട് നമ്മൾ എന്തെല്ലാം മെഷേഴ്സ് എടുക്കണം? ഇവയൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പം മെയിൻ എൻട്രൻസ് സ്റ്റെപ്സിനോടൊപ്പം റാമ്പ് കാസ്റ്റ് ചെയ്യുക, ഗ്രാബ് ബാറുകൾ കൊടുക്കുക. അപ്പോൾ ഈസി ആക്സസ് കൊടുക്കുക. വീടിൻ്റെ അകത്തുള്ള ലെവൽ ഡിഫറൻസുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക. അത് ലെവൽ ഡിഫറൻസ് ഈക്വലൈസ് ചെയ്ത് സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ബാത്റൂംസ് സ്ലിപ്പ് ആവാത്ത രീതിയിൽ, മോസ്റ്റ്ലി മിക്ക ബാത്റൂമുകളും ആൻറ്റി സ്കിഡ് ടൈലൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ചെറിയൊരു ഷിവറിങ് വരുമ്പോൾ, ചെറിയൊരു ഹെഡേക്ക് വന്നാൽ അത് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലോസറ്റ്സിനോടും അല്ലെങ്കിൽ ബാത്ത് ഏരിയയിലൊക്കെ ഗ്രാബ് ബാറുകൾ കൊടുക്കാം, നമുക്ക് ആൻറ്റി സ്കിഡ് മാറ്റുകൾ കൊടുക്കാം. അങ്ങനെ അതിൻ്റെതായ രീതിയിലേക്ക് മിക്ക ബാത്റൂമുകളും ഈ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഡിഫറൻസ് ഉണ്ടാവും. മോസ്റ്റ്ലി ബെഡ്റൂമിൽ നിന്ന് ഒരു ലെവൽ താഴെയായിരിക്കും ബാത്റൂംസ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കറക്ഷൻസ് എല്ലാം വരുത്തി ഈ നമ്മുടെ ഒരു 40-45 കഴിഞ്ഞ ഒരു 60 ഒക്കെ ആകുമ്പോൾ പർപ്പസ്ഫുള്ളി നമ്മൾ അത്തരത്തിൽ നമ്മുടെ വീടുകളെ റെനോവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് തന്നെ നമുക്ക് അടുത്ത ഒരു 40 ഇയേഴ്സും കൂടെ ഈ നമ്മൾ പണിത വീടുകളിൽ തന്നെ നമുക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ആ വീട് തന്നെ പ്രൊവൈഡ് ചെയ്യും.